പ്രയർ ചെയ്യണപ്പാ. പ്രയർ പാടിക്കോ? ഓക്കെ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കഴിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സൈൻ പറയാമോ? സൈനിന് ഇപ്പോഴേ പറയട്ടെ. സൈനിന് ടീച്ചർ വന്നിട്ട് പറയാവൂല എന്നുള്ളതല്ലെങ്കിൽ അതാ ടീച്ചറെ വെൽക്കം ചെയ്യണമെങ്കിൽ. അതെ അതെ, ടീച്ചർ വന്നിട്ട് ചെയ്യാന്നാ. എന്താ തോട്ട് ഓഫ് ദി ഡേ പറയാം. ടീച്ചർ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് പറയാം. പറയാം. Our lives are fashioned by our choice. First we make our choice, then our choice make us. Thank you. ഇന്നലെ ഒരു ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടെന്ന്. അത് ആരാ അതിന്റെ അഡ്മിൻ എന്ന് പറയാമോ? അതെ, ഇന്നലെ നമ്പർ വിട്ടായിരുന്നല്ലോ. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ ഒന്നും കൂടി വിടാം കേട്ടോ. എനിക്കിവിടെ ഇല്ല, ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടല്ലോ, ഇതിൽ മറ്റേ മെസ്സേജ് ബോക്സിൽ ആ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഡയറക്റ്റ് കയറാൻ പറ്റത്തില്ലേ? എങ്ങനെ? നമ്മളെ ഗ്രൂപ്പ് ഇയാളെ എല്ലാവർക്കും ലിങ്ക് അയച്ചില്ലേ കൊടുക്കുന്നത്, ആ ലിങ്കിനെ നമ്മുടെ ഈ മെസ്സേജ് ബോക്സിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇതിലെങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലടാ. എങ്കിലും ട്രൈ ചെയ്തൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത്, അതാകുമ്പോഴേക്കും അവര് ഡയറക്റ്റ് കയറുമല്ലോ. മറ്റേ മെസ്സേജ് നോക്കുമ്പോഴേക്കും ആര് നമ്മൾ ആലോചിച്ചിട്ടില്ലേ. ഞാൻ ട്രൈ ചെയ്യാം. ഞാനിങ്ങനെ ഇപ്പൊ നമ്പറിൽ വിളിച്ചിട്ട് ആർക്കും കൺഫർമേഷൻ ഇല്ല ആരെ ഗ്രൂപ്പിന്റെ അഡ്മിൻ നിന്ന്. കഴിഞ്ഞ പ്രാവശ്യം 4-5 നമ്പർ ഉണ്ടായിരുന്നില്ലേ? അതല്ലോ, എന്റെ നമ്പർ തെറ്റിപ്പോയി, സോറി. നമ്പർ പറഞ്ഞു കൊടുത്തോളൂ, അവരെ എഴുതിയെടുത്തോളും. അതാ നല്ലത്. 85 ക്രിസ്റ്റിയുടെ നമ്പറാണോ? അതെ, എന്റെ നമ്പറാണ്. ഞാൻ പറയങ്ങളൊന്ന് എഴുതിയെടുത്തല്ലേ. 85 അല്ലെങ്കിൽ വേണ്ടടാ, ഞാൻ ടൈപ്പ് ചെയ്ത് വിടാം. എന്താ വെച്ചാൽ ഇത് റെക്കോർഡാണതല്ലേ, യൂട്യൂബിലൊക്കെ പോണോണ്ടേ. നമ്പർ വരുമ്പോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഞാൻ വിട്ടിട്ടുണ്ട്. ആദ്യം വിട്ടത് അതിലൊരു നമ്പർ തെറ്റിയിട്ടുണ്ട്, രണ്ടാമത് വിട്ടിട്ടുണ്ട്, അതാണ് കേട്ടോ. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. പിന്നെ മിസ് പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ചെയ്യാം മിസ് വരുന്നവരെ. നന്നായിട്ട് പാടാൻ അറിയണവരുണ്ടെങ്കിൽ പാടിക്കോളൂ, കേൾക്കാലോ. ഡാൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഡാൻസ് ചെയ്യാ, കഥ പറയാം. 2 യോഗ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരവിടെ പോയി? അതെന്നെ പറഞ്ഞിരി, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കി. ആരെങ്കിലും ഒരാൾ തുടങ്ങിക്കോ, അപ്പൊ ബാക്കി എല്ലാരും തുടങ്ങും. കരാട്ട, യോഗ, അതിലൊക്കെ എക്സ്പേർട്ട് ഉള്ളവര് വരട്ടെ. ഓരോന്ന് വരട്ടെ. രശ്മിയുടെ പുതിയ പാട്ടിന്റെ കോമ്പിനേഷൻ ഒന്നും ഇല്ലേ? പുതിയ പാട്ടൊന്നും കിട്ടിയില്ല? അയ്യോ, കിട്ടിയില്ല. ഞാൻ ഇങ്ങനെ ഇടക്കുന്നതൊക്കെ ഏതെങ്കിലുമൊക്കെ പാട്ടൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ പാടും. പിന്നെ സിംഗറൊന്നും അല്ലെങ്കിലും ശ്രമം, അതല്ലേ എല്ലാം. 4 വരി തുടക്കം ഞാൻ കുറിക്കാം പാട്ട്.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. വേറെ ആരില്ലേ? പാടിക്കോളി. എന്തായാലും മിസ് വരുന്നവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. മിസ് വന്നിട്ടില്ലേ? ജോയിൻ ആയിട്ടുണ്ടല്ലോ. ഞാൻ ഒളിച്ചിരുന്ന് കേൾക്കുമായിരുന്നു നിങ്ങളുടെ സംസാരം. അതാണ്. ഞാൻ പാട്ട് ഇപ്പൊ ഇങ്ങനെ വരും, ചെയിനായിട്ട് പാട്ട് വരുന്നത് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. വെറുതെ എന്താ പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിരുന്നോ? ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ വന്നു? മറ്റേ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അയക്കുമ്പോ ചിലപ്പം ചാറ്റിലല്ലേ, അപ്പൊ ചാറ്റ് ക്ലാസ് കഴിയുമ്പോഴേക്കും ക്ലാസ് അങ്ങ് എൻഡായി പോകുമ്പോ ചിലപ്പം എടുക്കാൻ പാടായിരിക്കും. എന്നാലും തസ്മിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് സമയം പോലെ കോണ്ടാക്ട് ചെയ്താൽ പറയൂ. Good afternoon all. It's my pleasure to welcome Jusha ma'am to the class. This is the time for growth, learning and collaboration. I hope you have an interesting class. And also, I would like to welcome my dear friends to the class. Let's make this class more exciting and interesting. I want to share a short story for you. Once upon a time in a village, there lived a young girl named Maya. She loved to play outside but often ate junk food and neglected her health. One day, she fell ill and couldn't join her friends in their games. Concerned, her grandmother shared stories of healthy food and the importance of exercise. Inspired, Maya decided to change her habits. She started eating fruits and vegetables and played outside every day. Soon, she felt stronger and happier. Her friends noticed the change and joined her in her healthy lifestyle. Together, they learned that taking care of their health was the best game of all. In this story, the moral is taking care of your health is essential for happiness and well-being. Thank you. ഞാനൊരു കാര്യം ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. ചോദിക്കൂ. കഴിഞ്ഞ ദിവസം അസൈൻമെന്റ് തന്നില്ലേ നമുക്ക്, ഇത് സർവേ എടുത്തിട്ട് എഴുതാനായിട്ട്. അപ്പം അത് അസൈൻമെന്റ് ബുക്കിൽ എഴുതുന്ന ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ അസൈൻമെന്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഉണ്ടോ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ടല്ലോ, ഓരോ ടീച്ചേഴ്സും ചിലപ്പോൾ ചില അസൈൻമെന്റ്, ചില ആക്ടിവിറ്റീസ് ഒക്കെ തരും. ഇപ്പൊ എഴുതേണ്ടതാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരൊറ്റ ബുക്കോ അല്ലെങ്കിൽ ഒരു ഡയറിയോ കീപ്പ് ചെയ്താൽ മതി. നമുക്ക് പേപ്പറിലൊക്കെ എഴുതുമ്പോൾ, ന്യൂസ് പേപ്പറിൽ എഴുതുമ്പോൾ നല്ലപോലെ സെക്യൂർ ചെയ്ത് ഫയർ ചെയ്തൊക്കെ വെച്ചില്ലെങ്കിൽ അത് മിസ്സായി പോകും പേപ്പേഴ്സ്. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് വെക്കുന്നത് നല്ലത്. ഇപ്പൊ സ്റ്റാർട്ടിങ് ആയിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതുപോലെ ഇനിയും പല പല ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ എല്ലാം കൂടെ ഒരു ബുക്കിനകത്ത് എഴുതാനായിട്ട്. ഓരോ ടീച്ചേഴ്സിനും ഓരോ നോട്ട് ഉണ്ട്, അപ്പൊ അതാത് ടീച്ചേഴ്സിന്റെ അതാത് നോട്ടിൽ എഴുതിയാൽ മതിയോ? എന്നാലും കുഴപ്പമില്ല. ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ ഒരു കൺവീനിയൻസ്, അത് നഷ്ടമായി പോവരുത്. ആ രീതിയിൽ നല്ലപോലെ ആക്കി വെക്കുക. അപ്പൊ ഓരോ ടീച്ചേഴ്സിനും ഓരോ നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുന്നുണ്ടോ എല്ലാരും? അങ്ങനെ വേണമെന്നും നിർബന്ധമില്ല. ചിലർക്ക് അത് വേണമെന്ന് ചില കുട്ടികൾ ഇങ്ങോട്ട് പറഞ്ഞു. എനിക്ക് അതാണ് കംഫർട്ടബിൾ, അങ്ങനെ ആരെങ്കിലും പ്രശ്നമില്ല. എനിക്കിപ്പോ ഒരു ബുക്കേ ഉള്ളൂ, അതിനകത്ത് ഞാൻ എല്ലാ സബ്ജക്റ്റും എല്ലാവരുടെയും എഴുതുന്നത്. അപ്പൊ അത് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ സൂചി അങ്ങനെ ക്ലാസ്സിൽ ലെക്ചർ നോട്ട്സ് എഴുതാൻ ആ ബുക്ക് വെക്കുക, അസൈൻമെന്റ് മാത്രം ഒരു ബുക്കും കൂടെ കരുതുക, അല്ലെങ്കിൽ എല്ലാം കൂടെ ആയിട്ട്.
ഓക്കെ ഓക്കെ മാം. നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ അസൈൻമെന്റ് നല്ല പോലെ ഒരു നോട്ട്ബുക്കിലായിട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിത് എടുത്ത് കാണിക്കാം. ഞാൻ ചെയ്ത അസൈൻമെന്റുകൾ നമ്മൾ തന്നെ എഫേർട്ട് എടുത്തത് എപ്പോഴും അതിന് നല്ലൊരു വാല്യൂ ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു ട്രെയിനിങ് ഇന്റർവ്യൂവിന് പോയ സമയത്ത് 2 ബിഗ് ഷോപ്പറുമായിട്ടാണ് പോയത്. അപ്പൊ നമുക്ക് പേപ്പറിൽ എഴുതിയിട്ട് നമുക്കൊരു ഫയലിനകത്താക്കി അങ്ങനെ കീപ്പ് ചെയ്താലോ? പേപ്പറിനകത്ത് എഴുതി കീപ്പ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ പേപ്പർ മിസ്സാവാതെ സൂക്ഷിക്കണം. കാരണം നമ്മുടെ ഈ ഫാൻ കറങ്ങുമ്പോൾ പലപ്പോഴും ലൂസ് പേപ്പേഴ്സ് ഈ ടേബിളിന്റെയോ അലമാരിയുടെ അടിയിൽ പോയി കിടന്ന് നമ്മൾ അറിയില്ല. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ സെക്യൂർ ചെയ്യാം. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അസൈൻമെന്റ്സ് നമ്മൾ ഡിഫറെന്റ് കളേഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് എഴുതാമോ? ഇപ്പൊ ഹെഡിങ് ഒക്കെ കൊടുക്കുമ്പോഴ് നിങ്ങൾക്ക് എത്രത്തോളം അത് ഭംഗിയാക്കാമോ അതുപോലെയൊക്കെ ചെയ്യാം. അസൈൻമെന്റിലായിട്ടുള്ളൂ. ഇനി റെക്കോർഡ് കിടക്കും 5 എണ്ണം. അതെ അതെ. റെക്കോർഡിന് സെപ്പറേറ്റ് ഉണ്ടല്ലോ, റെക്കോർഡ് ബുക്ക് സെപ്പറേറ്റ് ഉണ്ട്. ഈ റെക്കോർഡ് ബുക്കിൽ നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് യൂസ് ഡിഫറെന്റ് ചെയ്യാമോ? കളേഴ്സ് യൂസ് ചെയ്യാം. പക്ഷേ സ്കെച്ച് പെൻ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്മഡ്ജ് ആകും, അതിന്റെ കളർ ബാക്ക് സൈഡിലേക്ക് പോകും. അപ്പൊ ബാക്ക് സൈഡിൽ നമ്മളിപ്പോ എന്തെങ്കിലും എഴുതാൻ തുടങ്ങുവാണെങ്കിൽ നമ്മൾ പ്രീവിയസ് പേജിൽ ചെയ്ത സ്കെച്ച് യൂസ് ചെയ്തതിന്റെ എന്തെങ്കിലുമൊക്കെ അതിങ്ങനെ അതിന്റെ ഒരു ഇംപ്രഷൻ വരും. അപ്പൊ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ക്വാളിറ്റി ഉള്ള സ്കെച്ച് പെൻസിൽസ് ഉണ്ട്, അതിന് അങ്ങനെ സ്മഡ്ജ് ആവുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ കളർ ബാക്കിലേക്ക് കാണുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് കളർ ഹെഡിങ് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബാക്കിൽ എന്തെങ്കിലും എഴുതുന്നത് ക്ലിയർ ആവില്ല, ഈ സ്കെച്ചിന്റെ കളർ ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാൻ 3 ഡിഫറെന്റ് കളറിലുള്ള ഗ്ലിറ്റർ പെൻസ് യൂസ് ചെയ്തിരുന്നു. ഗോൾഡൻ കളർ പെൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സ്മഡ്ജ് ആവത്തില്ല മാം, അതാ ചോദിച്ച ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്യാമോ എന്നുള്ളത്. മാം മുന്നേ നമുക്ക് ഫ്രേസസ് റിഗാർഡിംഗ് ഹെൽത്ത് ഉണ്ടായിരുന്നല്ലോ, അത് അസൈൻമെന്റ് ആയിട്ട് എഴുതാലോ? അത് എഴുതി വെക്കാം. നിങ്ങൾക്ക് തരുന്ന എന്ത് ആക്ടിവിറ്റീസ് ഇങ്ങനെ എഴുതാനുള്ളതെല്ലാം നിങ്ങളുടെ അസൈൻമെന്റ് ബുക്കിൽ എഴുതി വെക്കാം. പിന്നെ നിങ്ങൾ ഉണ്ടാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞത്. അത് ഉണ്ടാക്കി കീപ്പ് ചെയ്യാം. ഓക്കെ. പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് വെക്കുമ്പോ പിന്നെ ലാസ്റ്റ് ഹറിബറി ആകും, നമുക്ക് ടൈം കിട്ടില്ല. വേറെ പല പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ അതിന്റെ പുറകെ പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ മുഴുവൻ കഴിവെടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയത് എങ്ങനെയെങ്കിലും തീർക്കാനുള്ള ഒരു ഓട്ടമായിരിക്കും. അതിന് നല്ലത് നിങ്ങൾ ഇഷ്ടത്തോടുകൂടെ ചെയ്യണമെങ്കിൽ അത് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഇഷ്ടത്തോടെ ചെയ്യും, നമുക്കൊരു സന്തോഷവും. നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒരാൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, അല്ലേ? ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതേസമയം നമ്മൾ ഭയങ്കര ടെൻഷനിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒപ്പിച്ചൊക്കെ വെച്ചതൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞ കുട്ടി ഒരു 42 ഇയേഴ്സ് ഉള്ളതായിരുന്നു, 3rd ബാച്ചിലെ ആയിരുന്നു. സുജാത ചെയ്ത എന്നോട് ചോദിച്ചിങ്ങനെ അത് ഒരിടത്തും ജോലി ചെയ്തിട്ടില്ല, ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റിയിട്ടില്ല. സുജാതയ്ക്ക് ഒരു ജോലി അത്യാവശ്യമായ ഒരു സന്ദർഭം വന്നു. അപ്പൊ അങ്ങനെ ഒരു സ്കൂളില് KG സെഷനിലേക്ക് ഇന്റർവ്യൂവിന് പോവുക സുജാത. അതായത് ഒരു പ്രതീക്ഷയില്ല കിട്ടുന്നുള്ളത്. 42 വയസ്സുണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, അപ്പൊ എന്നെയൊക്കെ എടുക്കൂ, എന്നായിട്ടുള്ള ടീച്ചേഴ്സിനെ എല്ലാം എടുക്കൂ, അങ്ങനെയൊക്കെ ചിന്ത മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട. സുജാത ചെയ്യേണ്ട കാര്യം ചെയ്ത വർക്കുകൾ അതൊരു പേപ്പറിൽ എഴുതിയിട്ടുള്ളതാണെങ്കിൽ കൂടിയും എല്ലാം എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞു, നീറ്റാക്കി കൊണ്ടുപോകാൻ പറഞ്ഞു. സുജാത 2 ബിഗ് ഷോപ്പറിൽ ഈ സാധനങ്ങളെല്ലാം ആയിട്ട് പോയി. അസൈൻമെന്റും റെക്കോർഡും ഉണ്ടാക്കി വെച്ച മെറ്റീരിയൽസും എല്ലാം ആയിട്ട് പോയി. സുജാത മോളും കൂടിയാ പോയത്. മോള് +10th പഠിക്കുകയായിരുന്നു. തൃപ്രയാറുള്ള ലേമർ എന്നുള്ള സ്കൂളിലായിരുന്നു ഇന്റർവ്യൂ. നമ്മുടെ ലുലുവിന്റെ യൂസഫ് അലി ഇല്ലേ, യൂസഫ് അലിയുടെ സ്കൂളാണ്. അങ്ങനെ അവിടെ ചെന്ന് ഇന്റർവ്യൂ സമയത്ത് ഈ മെറ്റീരിയൽസ് എല്ലാം പ്രസന്റ് ചെയ്തപ്പോ അതിനകത്ത് സോക്സ് കൊണ്ടൊരു സ്നേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ടൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. നിപ്പിൽ ആള് ആ സ്നേക്കിനെ വെച്ചിട്ടൊരു സ്റ്റോറി അങ്ങ് പറഞ്ഞു. അവർക്ക് മനസ്സിലായി അങ്ങനെ ഒരു കഥയില്ലെന്നും സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാന്നുള്ളത്. പിന്നെ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയുള്ള ബാക്കി സ്റ്റാഫിനുള്ള റെഫറൻസിനും എല്ലാം ആയിരിക്കാം. റെക്കോർഡ് ചെയ്ത പയ്യൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സുജാതയോട് പറഞ്ഞു നല്ല പ്രസന്റേഷൻ ആയിരുന്നു. സുജാതയ്ക്ക് അവിടെ തന്നെ ജോലി കിട്ടി, നല്ല ഓഫറും ആയിരുന്നു, നല്ല സാലറി ഉണ്ടായിരുന്നു, വീടിനടുത്ത് നടന്നു പോകാനുള്ള ദൂരം.
നമ്മള് ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ മെറ്റീരിയൽസ് ചെയ്യുന്ന നമ്മള് സ്കൂളിലെ ടീച്ചർ ജോബിന് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാമായിട്ട് പോകും. ആരും ഒന്നും കളിയാക്കൊന്നുമില്ല. അങ്ങനെ 2 ബിഗ് ഷോപ്പറുമായിട്ട് പോയി ഇന്റർവ്യൂ കഴിഞ്ഞ് അവിടെ വർക്ക് ചെയ്യുക സുജാത. നല്ല ഒരു പേയ്മെന്റ് ആയിരുന്നു. സുജാതയോട് എക്സ്പെക്ടഡ് സാലറി പറയാൻ പറഞ്ഞു. സുജാത പറഞ്ഞതിലും കൂടുതലാണ് അവർ കൊടുത്തത്. കാരണം അവരുടെ സ്കൂളിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പറഞ്ഞതിലും കൂടുതൽ സാലറിയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങനെ ഏജ് ഒന്നും നമുക്കൊരു ബാരിയർ ഒന്നും അല്ല. ഇത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. തിയറിയുടെ മാർക്കിനല്ല ഇമ്പോർട്ടന്റ്. നമുക്ക് തിയറി എക്സാം എഴുതണം, കാരണം ഒരു കോഴ്സ് ആണല്ലോ, അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് തരണമെങ്കിൽ അതിനൊരു ഓതന്റിസിറ്റി വേണം. പരീക്ഷകൾ നടത്തും അല്ലെ. അപ്പൊ നിങ്ങൾ എക്സാമിന്റെ മാർക്കും ഇമ്പോർട്ടന്റ് തന്നെയാണ്, പക്ഷെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. മോണ്ടിസോറി മെത്തേഡ് അറിയാവുന്ന ഒരു സ്കൂളുകാർക്ക് അറിയാം അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ്. തിയറിക്ക് എനിക്ക് നല്ല മാർക്ക് ഉണ്ട്, ഞാൻ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. കാരണം എനിക്കിപ്പം ഓരോരോ ബാച്ച് തീരാനാവുമ്പോഴേക്കും വൈവ നടത്തും നമ്മള്. വൈവ നിങ്ങൾക്ക് ആ ഒരു സ്പ്ലിറ്റപ്പ് കിട്ടിയിട്ടുണ്ടാവും PDF-ന്റെ, സബ്ജക്റ്റിന്റെയും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷന്റെയും. പ്രാക്ടിക്കൽ സെഷനാണ് വൈവയിൽ വരുന്നത്. അപ്പൊ അതിന്റെ മാർക്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ വൈവ അടുക്കുമ്പോ പലരും വിളിക്കും റിക്വസ്റ്റ് ആയിട്ടാ, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് അങ്ങനെ. കാരണം ഹെൽത്ത് ഇഷ്യൂസ് അതൊരു പ്രശ്നം തന്നെയാണല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല, ജെനുവിൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയണത്, നമ്മൾ നല്ലതായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്ത് പോവുക. ദിവസവും കുറച്ച് സമയം ഒന്ന് സ്പെയർ ചെയ്താൽ മതിയല്ലോ. നമുക്ക് ഇത് കോഴ്സ് തീരാറാകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരും, അങ്ങനെ വരാതിരിക്കട്ടെ. വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വീട്ടിൽ ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയായിരിക്കും. കുട്ടികളുടെ പരീക്ഷ ടൈം ആണെങ്കിൽ നമ്മൾ അതിന്റെ പുറകെയായിരിക്കും നമ്മൾ പോവുക. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായിരിക്കും. കാരണം അത് ചെയ്യേണ്ടതായതുകൊണ്ടും നമ്മളുടെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ സമയം കണ്ടെത്തില്ല. സമയം കണ്ടെത്തൂ. സെൽഫ് കെയർ അറ്റ്മോസ്റ്റ്. സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നമ്മളെ കെയർ ചെയ്താലാണ് നമുക്ക് മറ്റുള്ളവരെയും കെയർ ചെയ്യാനുള്ള പറ്റുള്ളൂ. അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്താൽ മതി, നല്ല സ്മൂത്ത് ആയിട്ട് പോകും. ഓക്കെ. സോ ഇന്ന് ആരോ മെഡിറ്റേഷൻ എങ്ങാണ്ട് ഇന്ന് ചെയ്യാമല്ലോ, ആരോ പറഞ്ഞല്ലോ, തസ്നിയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാമെന്ന് മെസ്സേജ് ഹസീന പറഞ്ഞു, തസ്നിയ പറഞ്ഞിരുന്നു, അങ്ങനെയാണോ പറഞ്ഞേ? ഞാൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ നിന്നില്ലേ, ഞാൻ തന്നെ ഒരു അലമ്പാണ്. ഞാൻ ചെയ്യാൻ നിന്നാണല്ലോ ഉഷാറായി. ഓക്കെ, അതൊന്നും ചെയ്യാം. ഒരു കാര്യം ചെയ്യാം. യെസ് പ്ലീസ്. എല്ലാരും മ്യൂട്ട് ചെയ്യണ്ടേ? മെഡിറ്റേഷനിൽ പിക്ചർ മെഡിറ്റേഷൻ ആണ് ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? പിക്ചർ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ മെഡിറ്റേഷനിൽ പല രീതി മെഡിറ്റേഷൻസ് ഉണ്ട്. അതിനകത്ത് 2 മെഡിറ്റേഷൻ ഞാൻ ഈ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒന്ന് സ്ക്രിപ്ചർ മെഡിറ്റേഷൻ, 2 പിക്ചർ മെഡിറ്റേഷൻ. രണ്ടും ആദ്യം ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം നമുക്ക് ഇന്ന് ചെയ്യാം. അപ്പോൾ സ്ക്രിപ്ചർ മെഡിറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് 3 റിലീജിയസിലും അവരവരുടേതായ ഹോലി ബുക്സ് ഉണ്ട്. അപ്പോൾ ഈ ഹോലി ബുക്സിന് എല്ലാവരും വായിക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് ഇല്ല നമുക്ക് ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് എടുത്ത് വായിക്കുക. വായിച്ച് ഏതെങ്കിലും ഒരു ലൈൻ സ്ട്രൈക്ക് ഔട്ട് ചെയ്യും. അതായത് നമ്മൾ ഒരു പാരഗ്രാഫ് എടുക്കാൻ പാടുള്ളൂ, അധികം എടുക്കരുത്. ഒരു പാരഗ്രാഫ് എടുത്ത് വായിച്ച് പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വേർഡ്സ്, അത് സ്ട്രൈക്ക് ഔട്ട് ആയി എന്ന് കണ്ട നിമിഷം ബുക്ക് ക്ലോസ് ചെയ്യുക, കണ്ണടച്ച് ആ സ്ട്രൈക്ക് ഔട്ട് ആയ വേർഡ്സിനെ നമ്മൾ പിന്നെയും മനസ്സിൽ പറഞ്ഞ് അതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇമേജ് ഇല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്നൊരു റിഫ്ലക്ഷൻ നമുക്ക് ആ നിമിഷം കിട്ടും. അതിനെയാണ് സ്ക്രിപ്ചർ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എൻ്റെ മലയാളം മനസ്സിലായില്ലെങ്കിൽ പറയണേ, മലയാളത്തിൽ അത്രയ്ക്ക് ഫ്ലുവൻ്റ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ മെഡിറ്റേഷൻ. അതായത് എല്ലാവർക്കും പിക്ചറിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അത് ഫ്ലവേഴ്സ് ആയിരിക്കാം,
പുറത്തെ എന്തെങ്കിലും എൻവിറോൺമെന്റിലെ ഏതെങ്കിലും ഒരു സാധനത്തോടെങ്കിലും നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാവും. അതോടൊപ്പം ചിലവർക്ക് ഫിലിം ആക്ടേഴ്സിന്റെ ഫോട്ടോസ്, അല്ലെങ്കിൽ സ്പോർട്സ്, അല്ലെങ്കിൽ ഗോഡ്സിന്റെ ഫോട്ടോസ്, ശിവന്റെ, ഈശോയുടെ, അങ്ങനെ ഓരോ ഫോട്ടോസിനോടൊരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏത് ഫോട്ടോയിനാണോ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, ആ ഫോട്ടോയിന് നമ്മൾ മനസ്സിലേക്ക് ഓർക്കുക. ഒന്ന് കണ്ണടച്ച് ശാന്തം. ഫസ്റ്റ് ഓഫ് ഓൾ മെഡിറ്റേഷന് വേണ്ടത് പീസ്ഫുൾ പ്ലേസ് ആണ്. അതായത് ഏറ്റവും രാവിലെ ഇല്ലെങ്കിൽ 2 നൈറ്റ് ആവുമ്പോൾ നമ്മൾ ഫുൾ സൈലന്റ് ആയിരിക്കും. ഫുൾ സൈലന്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് കണ്ണടച്ചിരുന്ന് ഈ പിക്ചറിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. കുറച്ചു നേരം നമ്മൾ ആ പിക്ചറിനെ കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പിക്ചർ നമ്മളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിനകത്തൊരു റിഫ്ലക്ഷൻ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇപ്പോൾ അറ്റ് പ്രസന്റ് എല്ലാവരും നല്ല ഷൗട്ട് ഇല്ലാത്തൊരു സ്ഥലമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇരിക്കുന്ന സ്ഥലത്ത് കണ്ണടച്ച് 2 to 3 minutes നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പിക്ചർ, അത് ഫ്ലവേഴ്സിന്റെ ആയിരിക്കാം, അല്ല ഏതെങ്കിലും ഒരു പിക്ചറിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. 2 to 3 minutes സൈലന്റ് ആയിട്ട് ആ പിക്ചറിനെ കുറിച്ച് തന്നെ ഓർക്കുക. ഇപ്പോൾ 2 minutes ആയി. കണ്ണ് തുറക്കരുത്. റിലാക്സ് ആയി മെല്ലെ കണ്ണ് തുറക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. സഡൻ ആയിട്ട് കണ്ണ് തുറക്കരുത്. സ്ലോലി ബി കാം, റിലാക്സ് ആൻഡ് ഓപ്പൺ യുവർ ഐസ്. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫീൽ വന്നിട്ടുണ്ടെങ്കിൽ പറയണം. ഒരു ഫീലും വന്നില്ല. ഞാൻ വിചാരിച്ച റേഞ്ച് പോയതാണ്. ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്യുമ്പോ സത്യം ഞാൻ വെച്ച എന്റെ റേഞ്ച് പോയത്. ആരും മിണ്ടുന്നില്ല. ഞാനും അതാ കണ്ടത്. മാമും അനങ്ങണില്ല, മാമിന്റെ കമ്മലായിട്ട് ഒന്നും അനങ്ങണില്ല. റേഞ്ച് മനസ്സിലായില്ലേ? ഞാൻ എന്നിട്ട് മാം ശ്വാസം വിടുന്നുണ്ടോ നോക്കി നിന്നു.
പഠിച്ചു വിചാരിച്ചു. ഞാൻ അനങ്ങണില്ല, സ്റ്റാച്ചു ആയി നിൽക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു നെറ്റ് പോയതൊക്കെ ഇരുന്ന് സമാധി വിചാരിച്ചു. ശ്വാസം വിടുന്നത് ആക്ച്വലി എനിക്ക് വന്ന ഫീല് ഞാൻ സ്നേഹത്തോട് പറയട്ടെ. സ്നേഹം എനിക്ക് വന്ന ഫീല് പറയാം. ഞാൻ ആ പിക്ചർ ഇങ്ങനെ മനസ്സിലാലോചിച്ച് എന്റെ ഫാമിലി ഫോട്ടോ ആട്ടോ ആലോചിച്ചത്. എനിക്ക് കണ്ണു തുറന്നപ്പോ ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. ഭയങ്കര ഒരു എന്തൊക്കെയോ വെളിച്ചം ചുറ്റുമുള്ള പോലെ ഫീൽ ചെയ്തു. അങ്ങനെയൊക്കെയാണോ? താങ്ക് യു സോ മച്ച്. നല്ലൊരു മെഡിറ്റേഷൻ. എന്തൊരു മെഡിറ്റേഷൻ ആയിരുന്നു നിങ്ങൾ മെഡിറ്റേഷൻ. ഇവിടെ പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം എന്ന് പറഞ്ഞപ്പോഴേ തസ്മിയെ ചിരിക്കാൻ തുടങ്ങി. പീസ്ഫുള്ളോ? അതെന്താ? അതെനിക്ക് ഇല്ലാതെ പറഞ്ഞപ്പോ തന്നെ കണ്ണടച്ചപ്പോ തന്നെ 2 വട്ടം ഡോറ് തുറന്നിട്ട് കുട്ടികളെ വന്നത്. എമ്മച്ചി വെള്ളം എവിടെ, എമ്മച്ചി അത് എവിടെ വെച്ചാണ്. പിന്നെ എവിടെ പീസ്ഫുൾ കിട്ടുന്നത്? അങ്ങനെയൊക്കെ ഡിസ്റ്റർബൻസ് ആയി. നല്ലൊരു മെഡിറ്റേഷൻ ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഇഷ്ടമുള്ള പിക്ചർ മെഡിറ്റേഷൻ അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് കേട്ടോ. സാധാരണ പ്രോംപ്റ്റ് പറഞ്ഞ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് മ്യൂസിക് കൊടുത്ത് മെഡിറ്റേഷൻ ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതെനിക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 ടൈപ്പ്. ഒരെണ്ണം നമ്മളിന്ന് ചെയ്തു പിക്ചർ മെഡിറ്റേഷൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നോ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്? കറക്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് മനസ്സിലായി, പക്ഷെ ഞങ്ങൾക്ക് അത് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റിയില്ല. ഒരു നിമിഷം ചെയ്തപ്പോ കുട്ടികൾ വന്നു 2 പ്രാവശ്യം. പിന്നെ കണ്ണ് തുറന്നു നോക്കിയപ്പോ നിങ്ങൾ സ്ട്രെച്ച് ആയിരിക്കുക, നിങ്ങൾ അനങ്ങണില്ല, നിങ്ങളുടെ മുടി ഒന്നും അനങ്ങണില്ല. റേഞ്ച് പോയോ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക, ആരും മുണ്ടണില്ല, അനക്കല്ല ഒന്നുമില്ല. അപ്പൊ നിങ്ങളെ നോക്കേണ്ടിയിരുന്ന് ഞാൻ ആരെ നോക്കിയ പിന്നെ ഡ്രസ്സിങ്ങനെ അനങ്ങുന്ന കണ്ടു. അപ്പൊ എനിക്ക് റേഞ്ച് പോയിട്ടില്ല എന്ന് മനസ്സിലായി. ഈ മെഡിറ്റേഷൻ ഒക്കെ രാവിലെ ചെയ്യുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു എഫക്ട് കിട്ടുള്ളൂ. രാവിലെ ചെയ്താൽ കിട്ടും എനിക്ക് തോന്നുന്നില്ല. അപ്പത്തിന് അവിടെ കുക്കർ അടിക്കാനും അപ്പുറത്ത് കുട്ടികളെ കരയാനും വീണ്ടും തുടങ്ങും. അതൊക്കെ ഈ VIP ആൾക്കാർക്കൊക്കെ പറ്റുള്ളൂ. കുട്ടികളെ നോക്കാൻ ആൾക്കാര്, കിച്ചണിലെ ആൾക്കാര്. നമ്മളിങ്ങനെ മേക്കപ്പും ചെയ്ത് സ്റ്റാൻഡേർഡ് ആയി നടക്കുന്ന ചെയ്യാം. 2 മണിക്ക് ചെയ്തോ? അപ്പൊ സൈലന്റ് ആവുമല്ലോ. അതെ, രാത്രി വേറെന്തെങ്കിലുമൊക്കെ സൗണ്ട് കേട്ടിട്ട് പേടിച്ച് മണ്ടേണ്ടി വരും. രാവിലെ നമുക്ക് സമയം കിട്ടുന്ന പോലെ. ഇവിടെ ഇപ്പൊ 3 പിള്ളേരുണ്ട്. പക്ഷെ സമയം കിട്ടുമ്പോ നമ്മള് ഒരു കാര്യം ചെയ്യണം എന്ന് ഉദ്ദേശിക്കുമ്പോ അതിന് നമ്മള് ഒരു 10 മിനിറ്റ്സോ 15 മിനിറ്റ്സ് അതിന് വേണ്ടി മാറ്റി വെച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോ അതിനെന്ന് വെച്ചാൽ മെഡിറ്റേഷന്റെ മെയിൻ പേർപ്പസ് തന്നെ റിലാക്സ് ആവുക എന്നതാണ്. യോഗ ഒക്കെ ചെയ്യുന്ന നമ്മളൊന്ന് കാം ആവുക, റിലാക്സ് ആവുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്തത് റിസൾട്ട് വന്നു. ബട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ, എന്തായാലും ചെയ്ത് നോക്കും. മാം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. രാത്രി 2 മണിയായാലും വേണ്ടില്ല, ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ. സ്നേഹ എവിടെയാ? സ്നേഹയ്ക്ക് മലയാള പ്രകൃതം പറഞ്ഞു. എവിടെയാണ് സ്ഥലം? ഞാന് ബോൺ ആൻഡ് ബോട്ടപ്പ് മാംഗ്ലൂർ ആണ്. കന്നഡയാണ് എൻ്റെ ലാംഗ്വേജ്. മീഡിയം ഓഫ് ലാംഗ്വേജ് കന്നഡയാണ്. കന്നഡ ഇംഗ്ലീഷ് ആണ്. ഇപ്പൊ മാരേജ് കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സംസാരിക്കാൻ കിട്ടും, പക്ഷെ എന്നാലും ഞാൻ പറയുന്ന മലയാളം ഇവിടെ കുറച്ച് ഇതാവും, മനസ്സിലാവൂല. ചില ആൾക്കാർക്ക് ഞാൻ സംസാരിക്കുമ്പോ പറയാറുണ്ട്, നീ പറയണ മനസ്സിലാവണില്ലല്ലോ. നല്ല ക്ലിയർ ആണല്ലോ. ക്ലാരിറ്റി ഉണ്ടല്ലോ. ഞാനും അവിടെ തന്നെയാണ്, മാംഗ്ലൂർ. മനസ്സിലാവുന്നുണ്ട്. സ്നേഹ എവിടെയാ? മാംഗ്ലൂരാന്ന് പറഞ്ഞു. സ്നേഹ അപ്പൊ കേരളത്തിൽ എവിടെയായിരുന്നു? അങ്കമാലി. ഇവിടെ അടുത്താണോ? എവിടെയാ വർക്ക് ചെയ്യണേ? ഞാൻ ജീവാസിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. എന്ത് ഫോം അത്? ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത് ജീവാസ് ആലുവയില്. ഇപ്പോ ഡെലിവറി കഴിഞ്ഞ് മെറ്റർണിറ്റിയില് ഞാൻ റിസൈൻ ചെയ്യേണ്ടി വന്നു. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ലീവ് തരില്ല എന്ന് പറഞ്ഞതുപോലെ, അതുകൊണ്ട് ഞാനിപ്പോ റിസൈൻ ചെയ്ത് വീട്ടിലാണ്. ഓക്കെ സ്നേഹ, ആക്ച്വലി എല്ലാ ബാച്ചിലും നമ്മള് ഇതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റില് നല്ല ഇതായിട്ടുള്ള ആളുകൾ സെലക്ട് ചെയ്തിട്ട് ഒരു സെഷൻ അവരെ ഏൽപ്പിക്കും. ഞങ്ങൾക്ക് ക്ലാസ് തരണം. ഞങ്ങൾ ഇതുപോലെ മെഡിറ്റേഷൻ തന്നില്ലേ, അതുപോലെ ഒരു ഫുൾ ആ സെഷനിൽ ഞങ്ങളെ എന്തെങ്കിലും ആർട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് പഠിപ്പിക്കണം. എന്നാ റെഡിയാണെന്ന് പറഞ്ഞു. നേരത്തെ ഞങ്ങളോട് പറയുവാണെങ്കിൽ ഞങ്ങൾ അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ റെഡിയാക്കി. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നും വേണ്ട, നമുക്ക് വീട്ടിൽ നിന്നൊക്കെ തന്നെ കിട്ടാവുന്നതും എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വേണമെങ്കിൽ വാങ്ങാം. ആ രീതിയിലുള്ള ചെറിയ നമുക്ക് കൊച്ചു പിള്ളേരെയും പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇത്. കാരണം ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരാണല്ലോ, കുട്ടികളെ ആക്ടിവിറ്റീസ് ആണ് കൂടുതലും ചെയ്യിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഒരു ക്ലാസ് സ്നേഹയ്ക്ക് എടുക്കാം.
വേറെ ആരെങ്കിലും അതുപോലെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാട്ടോ. സ്നേഹ അത് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു മതി. ഓക്കെ ദെൻ, സോ ബാക്ക് ടു ക്ലാസ്. ഇപ്പൊ കിച്ചൺ വർക്ക് വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം അല്ലെ? അടുത്തെങ്ങായിരുന്നു ഞങ്ങളും വന്നേനെ നോമ്പ് തുറ സമയം. മാം ഞാനൊരു സാധനം കാണിച്ചുതരാം. എപ്പോഴും വെൽക്കം ആണ്, നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും വരാം ഞങ്ങളെ വീട്ടിക്ക്. എന്താണ് സീല ഉണ്ടാക്കിയിട്ട്? വീടിന്റെ സീലിംഗ് ആണോ? ആ കൊള്ളാലോ. നല്ല നല്ല ക്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ. അതെ, സൂപ്പർ ആയിട്ടുണ്ട്. കൊള്ളാട്ടോ. ഞങ്ങൾക്കും പഠിച്ചു തരണം, നിങ്ങൾക്കും പറഞ്ഞു തരണേ എങ്ങനെയൊക്കെ ചെയ്യാന്ന്. അതന്നെ, ഒരു ക്ലാസ് എടുത്തോ, നോ പ്രോബ്ലം. ഇത്രയും വലിയ ആർട്ടിസ്റ്റ് ഉണ്ടായിട്ടാണ് നേരത്തെ ഇങ്ങനെ വട്ടം കറങ്ങിയത്. അതെ, അപ്പൊ സ്നേഹയുണ്ട്, അൻസിലുണ്ട്, ഇനി ആരാ ഇതുപോലെയൊക്കെ മിടുക്കികൾ? ഓരോരുത്തരും ഓരോന്നിനായിരിക്കുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവും. കഴിഞ്ഞോ? എഗ്ഗ് വെച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കിയിരുന്നേ, പക്ഷെ അത് മോൾക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് സ്കൂളില്. ആണോ? ഐഡിയാസ് ഒക്കെ പരസ്പരം ഷെയർ ചെയ്യൂ. ക്രോഷേ യാൺ വെച്ചിട്ട് ചെറിയ ബാഗ്, ഇപ്പൊ തുടങ്ങിയതാ ഈ പരിപാടി. ചെറിയ ബാഗ് ഒക്കെ ഉണ്ടാക്കും. മനസ്സിലായി. യൂസ് ചെയ്തിട്ട് ഇപ്പൊ തുടങ്ങിയതാ, ഇപ്പൊ ജസ്റ്റ് ചെയ്ത് നീഡിൽ വെച്ചിട്ടല്ലേ? രണ്ട് നീഡിൽ. അതെ 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 അതെ. അതിന് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ ഈ ബാഗ്, ചെറിയൊരു ബാഗ്. അപ്പൊ ഞങ്ങള് ഫൈനലിൽ മീറ്റ് ചെയ്യാൻ പോകുമ്പോ ഞങ്ങൾക്ക് പല ബാഗുകൾ ഗിഫ്റ്റ് കിട്ടും. അതെ അതെ. നല്ല ക്ഷമ വേണ്ടിയെന്ന. ക്ഷമ വേണമല്ലോ. ഇത് ചെയ്യാൻ നല്ല ക്ഷമ വേണം. എന്റെ മോള് ഇങ്ങനെ കുത്തിയിരുന്ന് ചെയ്യുമ്പോ ഞാൻ പറയും, അവൾക്ക് തലവേദന എടുക്കുന്നത് പറയും. ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്താ ചെയ്യുന്നേ, എന്നാലും അവള് ചെയ്യും. ക്ലേ കൊണ്ട് മണ്ണ് എന്നെ കാണാണ്ട് മണ്ണ് അരിച്ചു കൊണ്ടുവന്നിട്ട് അപ്പൊ അമ്മച്ചിക്കാരൊക്കെ ആക്കിക്കൊണ്ട് ഡിബിയറൊക്കെ ആക്കി കഴിഞ്ഞിട്ടാകുമ്പോ എന്റെ കയ്യിൽ കൊണ്ട് കാണിച്ചു തരും, നോക്കി എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നല്ല വൃത്തി ഉണ്ടാവും. പിന്നെ ഞാനൊന്നും പറയാൻ നിൽക്കില്ല, അവള് ഇഷ്ടല്ലേ ആക്കട്ടെ എന്ന് വിചാരിച്ചു. അതെ, അത്രയും സ്ക്രീൻ ടൈം കുട്ടികളൊന്നും യൂസ് ചെയ്യാതിരിക്കുമല്ലോ. ആഫ്റ്റർ ഡെലിവറി എനിക്ക് തീരെ ക്ഷമയില്ല. അതൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഗോപിക പറയണം. അങ്ങനെ ചെയ്യണം, കുട്ടികൾ അതൊക്കെ ചെയ്യട്ടെ. കാരണം അവരുടെ ശരിക്കും അവരുടെ ആ ഒരു തിങ്കിങ് ലെവൽ, ആ ഒരു ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ എല്ലാം ഡെവലപ്പ് ആകും. ശരിക്കും ഇന്റലക്ച്വൽ ബുദ്ധി വികസിക്കുന്നതിന്റെ ഒരു ഭാഗം തന്നെയാണത്. അത് അറസ്റ്റ് ചെയ്യാൻ നമ്മൾ പോകരുത്, അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോകരുത്. ചിലർ പറയും നിനക്ക് പഠിക്കാനൊന്നുമില്ലേ, ഇതേയുള്ള പണി. സ്ഫടികം സിനിമ ഓർമ്മയില്ലേ, കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അല്ല മാം, ഫോൺ കാണുന്നില്ലല്ലോ, പുതിയ ക്രിയേറ്റീവ് ആയിട്ട് ഫോൺ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ഞാനെന്റെ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറയും, അവൾക്ക് ഇഷ്ടമുള്ളത് ആക്കിക്കോട്ടെ. കാരണം അവൾക്ക് മൈഗ്രെയിനിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഇവളിങ്ങനെ കുത്തിരുന്നത് ആക്കുമ്പം പ്രശ്നമാവേണ്ട. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഓൾ അതിൽ ഹാപ്പിയാന്ന് കണ്ട പിന്നെ ഞാൻ പിന്നെ ഒന്നും പറയാൻ നിൽക്കലില്ല. ടയർഡ് ആകുമ്പോൾ മോള് തന്നെ അങ്ങ് നിർത്തിക്കോളൂല്ലോ. മൈഗ്രൈന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന സമയം വരെയല്ലേ ചെയ്യുള്ളൂ. അത് കഴിയുമ്പോൾ അത് നിർത്തി റെസ്റ്റ് ചെയ്തോളൂല്ലോ, പ്രശ്നമില്ല. നിങ്ങൾ സ്ഫടികം സിനിമയിൽ കണ്ടിട്ടില്ലേ, മോഹൻലാലിന്റെ ചെറുപ്പം അഭിനയിച്ച ആ കുട്ടി എന്തോരം കഴിവുകളാ. പക്ഷെ ആ ഒരു അച്ഛന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇത്, ചക്കോ മാഷ് എന്നുള്ള മാഷുമാര് പണ്ട് നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടായിരുന്നു അല്ലെ? ചക്കോ മാഷൊക്കെ മാറി വരുവാണ് ആ ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ ആ കുട്ടിയുടെ ലൈഫ് തന്നെ മാറി പോവുകയാണ്. ആ ഒരു അച്ഛന്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ചിട്ട ഭയങ്കരമായിട്ട് പണിഷ് ചെയ്യുമായിരുന്നു. കുട്ടിക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല ഐഡിയാസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വിചാരിച്ച പോലെ തന്നെ കുട്ടി വളരണം എന്നുള്ള വാശിയായിരുന്നു. കുട്ടിയുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചു. എനിവേ നമ്മുടെ മക്കളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് വളരട്ടെ. നമ്മുടെ വീട്ടിലുള്ള 3-4 മക്കളല്ല, നമ്മുടെ ചുറ്റുപാടുള്ള മക്കൾ മാത്രമല്ല, ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിലും കൂടുതൽ മക്കളെ നമ്മളുടെ കയ്യിൽ കിട്ടും. അവർക്കെല്ലാം നമുക്ക് നല്ല വഴി, നല്ലൊരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ കുട്ടികളുടെ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ കാര്യം, നമ്മളുടെ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? അപ്പൊ നിങ്ങളിപ്പോ ഹെൽത്തിനെ കുറിച്ചുള്ള ഫ്രേസസ് കളക്ട് ചെയ്തു. പിന്നെ 10 പേരെ മീറ്റ് ചെയ്തോ? മീറ്റ് ചെയ്യാൻ തുടങ്ങിയോ? ഇല്ല മാം.
മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇത് ചോദിക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പം നമ്മൾ അസൈൻമെന്റ് ബുക്ക് പോലെ എഴുതാനല്ലേ പറഞ്ഞേ, അതപ്പൊ ഇംഗ്ലീഷിൽ തന്നെ എഴുതണോ? നമ്മൾ സ്കൂളിലെല്ലാം പ്രസന്റ് ചെയ്യണ്ടേ അല്ലേ? മലയാളത്തിൽ എഴുതുന്നതിന് കുഴപ്പമുണ്ടാവോ? ഏതാണ് സ്കൂളിൽ എന്ത് പ്രസന്റ് ചെയ്യാൻ? അല്ല, ഈ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ നമ്മൾ ഈ അസൈൻമെന്റും കാര്യമൊക്കെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞില്ലേ, അപ്പം അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതണം എന്നുണ്ടോ? നമ്മളുടെ മീഡിയം ഇംഗ്ലീഷാണ് മോണ്ടിസോറി മെത്തേഡ്. അപ്പൊ എല്ലാ വർക്കുകളും നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ചെയ്യണം. സിമ്പിൾ ഇംഗ്ലീഷ്. ഭയങ്കര ഇംഗ്ലീഷ് ഒന്നും വേണ്ടല്ലോ. സിമ്പിൾ ഇംഗ്ലീഷ്. കുഞ്ഞു കുട്ടികളോടല്ലേ നമ്മൾ സംസാരിക്കാൻ പോണത്. വീട്ടിലൊരു 10 വയസ്സിന് താഴെയുള്ള മക്കൾ ഉണ്ടെങ്കിൽ, 4 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്ക് സ്കൂളിൽ പോകുന്ന മക്കളുണ്ടാവുമല്ലോ. മിക്ക മക്കളും ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുക. അവർ നമ്മളെ കളിയാക്കില്ല, അവരും തിരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കും. വലിയ മക്കളോട് പറയുമ്പോഴല്ലേ അവർക്ക് ഈ അമ്മയ്ക്ക് ഇത് എന്താണെന്ന് പറഞ്ഞിട്ട് അവര് ചോദിക്കുള്ളൂ. ചെറിയ മക്കളോട് സംസാരിക്കുക. അപ്പൊ അവര് തിരിച്ച് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടും. ഞാൻ മോണ്ടിസോറി ചെയ്യുന്ന സമയത്ത് എന്റെ മോള് 4ാം ക്ലാസ്സിലായിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മ. ഞാൻ അവളുമായിട്ട് സംസാരിക്കും. നമ്മൾ എവിടെ പോകുമ്പോഴും ഇംഗ്ലീഷ് തന്നെ സംസാരിക്കും. അതുകൊണ്ട് അവളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തു, എനിക്കും കോൺഫിഡൻസ് ആയി. ട്രൈ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മൾ അസൈൻമെന്റ് ഒക്കെ എഴുതി അത് നമുക്ക് സബ്മിറ്റ് ചെയ്യലോ ഇല്ലല്ലോ, അതൊരു അസറ്റ് പോലെ സൂക്ഷിക്കണം എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ഈ എക്സാം നമുക്ക് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആണല്ലേ? പിന്നെ ഇതിന്ന് ഈ ഓരോ വർക്കുകളും നമ്മൾക്ക് വേണ്ടിയിട്ടാ ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ഫോർ മാർക്ക്, അങ്ങനെയുള്ളതല്ല. ശരിയാണ്, ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ അതിന് മാർക്ക് എന്നുള്ള ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു അസൈൻമെന്റ്, ഒരു ആക്ടിവിറ്റി തരില്ല. വെറുതെ വാരി വലിച്ചൊന്നും എഴുതണ്ട. ഒരു സെന്റൻസിലാണ് നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ പറ്റി എഴുതാനുണ്ടെങ്കിൽ ഒരു സെന്റൻസ് അത് ഇനഫ്. പക്ഷെ ആ കണ്ടന്റ് ഉണ്ടായിരിക്കണം. അത് ആ ഒരു സെന്റൻസ് എന്നുള്ളത് അത്രയും പവർ ഉള്ളതായിരിക്കണം. ഒരു പാരഗ്രാഫ് ആണെങ്കിൽ ഒരു പാരഗ്രാഫ്. എസ്സേ പോലെ എഴുതേണ്ട ഒരു അസൈൻമെന്റ് നമ്മൾ തരില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് തരുന്ന അസൈൻമെന്റ് മാത്രമേ ഉള്ളൂ. 10 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ഒരു അസൈൻമെന്റ് തരും. അത് തരുന്നതിന് ഒരു കാരണമുണ്ട്. നമുക്ക് ഡിപ്ലോമ എടുത്തവരും ഉണ്ട്, PG എടുത്തവരും ഉണ്ട് അല്ലെ? PG എടുത്തവർക്ക് 2 സബ്ജക്ട് അഡീഷണൽ ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, ഒരു സ്കൂളിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, സ്കൂള് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ അവിടുത്തെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ 2 സബ്ജക്റ്റിൽ വരുന്നത്. അപ്പൊ അത് ഡിപ്ലോമയിലുള്ള കുട്ടികൾക്ക് കൂടെ അത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അസൈൻമെന്റ് കൊടുത്തത്. ഒന്നുമില്ല, നിങ്ങളൊരു പ്രീ സ്കൂൾ വിസിറ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് എഴുതുക. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള 3 ടീച്ചർമാരെ കുറിച്ച് എഴുതുക. ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ചാണെങ്കിലും. പിന്നെ നമുക്കറിയാവുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുറെ സെലിബ്രിറ്റി ടീച്ചർമാരുണ്ടല്ലോ, മറിയ മോണ്ടിസോറി ഉൾപ്പെടുന്ന ഒരു വിഭാഗം, അവരെ പറ്റി എഴുതുക. 5 പേരെ പറ്റി എഴുതുക. പിന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യങ്ങൾ. പിന്നെ ഒരു പ്രീ സ്കൂൾ ടീച്ചർക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ തന്നെ എഴുതും. അതൊന്നും ഇപ്പൊ എഴുതേണ്ടതല്ല, ഏറ്റവും ലാസ്റ്റ് തരുന്നൊരു അസൈൻമെന്റ് ആണ്. അതൊക്കെ പറഞ്ഞു തരാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല, എല്ലാരും എഴുതും. പിന്നെ കഥ എഴുതണം എന്ന് പറഞ്ഞപ്പോ, കഥ എഴുതാനോ, ഞാൻ വായിക്കും കൂടി ഇല്ല, ഞാൻ എങ്ങനെ കഥ എഴുതാനോ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഭയങ്കരമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞൊരാള് വളരെ ഭംഗിയായിട്ട് കഥയെല്ലാം എഴുതിക്കൊണ്ട് വന്നു. അപ്പൊ അതൊക്കെ ആ ഒരു ഡിഫറൻസ് പറയുകയാണ്. ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങുമ്പോ എവിടെന്നാന്നറിയില്ല മിസ്സേ കഥയൊക്കെ ഇങ്ങനെ വരുന്നു എന്ന്. ആദ്യമായിട്ടൊക്കെ കഥ എഴുതി വരാം. നമുക്ക് തന്നെ നമ്മളെ കുറിച്ചൊരു അഭിമാനം തോന്നും. നമ്മളിങ്ങനെ സ്വയം പാറ്റ് ചെയ്യും, ഐ ആം ഗുഡ് എന്ന് പറയും. ദിവസവും നിങ്ങൾ പലതവണ പറയും, നോക്കിക്കോ. അതൊക്കെ ഇനി വരുന്നേ ഉള്ളൂ. റെക്കോർഡ് ബുക്ക് വാങ്ങിച്ചോ ആരെങ്കിലും? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം. വാങ്ങിച്ചോ? വാങ്ങണത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാരും വാങ്ങിച്ചു കഴിയുമ്പോ എന്നോടൊന്ന് പറയുമോ? കിട്ടിക്കഴിയുമ്പോ എന്നോടൊന്ന് പറയണേ. കാരണം എഴുതാനുള്ള ഡീറ്റെയിൽസ് തരാം. ഇപ്പൊ വെക്കേഷൻ വരുന്ന കാരണം കുട്ടികളുമായിട്ടിരുന്ന് എഴുതാം നിങ്ങൾക്ക്. അവര് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമുക്ക് അങ്ങനെ എഴുതേണ്ടത് ആകെ 3 റെക്കോർഡേ ഉള്ളൂ. ബാക്കി 2 റെക്കോർഡിൽ കംപ്ലീറ്റ് പിക്ചേഴ്സും ആക്ടിവിറ്റീസും ആണ്. അപ്പൊ ആ 2 റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഞാൻ ആദ്യം തരുന്നത്. വെക്കേഷൻ ടൈം ആവുമ്പോൾ മക്കളും വീട്ടിലെ മറ്റുള്ളവരെല്ലാവരുമായിട്ട് ചേർന്നിരുന്ന് അത് ചെയ്യണം. വീട്ടിലെ ക്ലൈമറ്റ് തന്നെ, അന്തരീക്ഷം തന്നെ ഒന്ന് മാറട്ടെ. കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. മാം ഞങ്ങൾക്കും ഉണ്ടോ വെക്കേഷൻ ലീവ് ഒക്കെ? ഇല്ല. മിസ്, നമ്മൾ ഈ റെക്കോർഡൊക്കെ സബ്മിറ്റ് ചെയ്യണത് എങ്ങനെയാണ്?
റെക്കോർഡ് സബ്മിഷൻ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ അസൈൻമെന്റ് ഒരു പേജ് സബ്മിറ്റ് ചെയ്യുന്ന പോലെയല്ലോ. റെക്കോർഡ് എന്ന് പറയുമ്പോൾ 5 റെക്കോർഡ് ഉണ്ട്, 100ഓളം പേജ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഒരാള് മാത്രല്ലല്ലോ, ക്ലാസ്സിൽ അത്രയും പേരുണ്ട്, അതുപോലെ എത്രയോ ബാച്ച് ഉണ്ട്. നമ്മളത് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇത് എഴുതണം എന്നുള്ളത് നമ്മളുടെ ആവശ്യം തന്നെയാണ്, നമ്മളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കുട്ടികൾ തന്നെ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് ചെയ്തല്ലേ, ഞങ്ങൾക്ക് ഇതിന് സൈനും സീലും ഒക്കെ കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. നമ്മള് പ്രാക്ടിക്കൽ നേരിട്ട് വന്ന് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മളിവിടെ റെഡി ആക്കാറുണ്ട്. എല്ലാവർക്കും വരാൻ പറ്റാറില്ല, പല പല പ്രശ്നങ്ങൾ കാരണം. എന്നാലും മാക്സിമം കുട്ടികൾ അതിൽ വരാറുണ്ട്. അവർ വരുമ്പോ ഈ റെക്കോർഡെല്ലാം കംപ്ലീറ്റ് ചെയ്ത് സൈനും സീലൊക്കെ വാങ്ങിച്ചിട്ട് പോവാറുണ്ട് അസൈൻമെന്റിലൊക്കെ. പിന്നെ കോൺവെക്കേഷന് വരുമ്പോ ബാക്കി സർട്ടിഫിക്കറ്റ് സെറമണി ഇല്ലേ, ആ സമയത്ത് ബാക്കിയുള്ള കുട്ടികൾ വരും. ആ സമയത്തും അവർ സൈനൊക്കെ ചെയ്തു പോവാം. അത്രയാണ്. അതൊരു മാൻഡേറ്ററി അല്ല, സബ്മിഷൻ നമ്മൾ പറയാറില്ല. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരും. ഓക്കെ, ഇനി ഒന്നുമില്ലല്ലോ ഡൗട്ട്സ്? മാം, ഇപ്പൊ നമ്മൾക്ക് ഇതില് മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡ് എന്നും പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്താന്നുള്ളത്, അതാണോ റെക്കോർഡായിട്ട് ചെയ്യേണ്ടേ? ഞാൻ ഇപ്പൊ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം, ആ സംശയം മാത്രം. ഇതാണ് 5 റെക്കോർഡിന്റെ പേര് നിങ്ങൾക്ക് കാണാം. 1, 2, 3, 4, 5 എന്ന പേര് കാണാം. അതിൽ ഫസ്റ്റ് വൺ, അതിന്റെ പേരൊന്ന് വായിച്ചു നോക്കിക്കോ, മൈ കളക്ഷൻ ബുക്ക്. അതുപോലെ 4th വൺ, പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. ഈ ഫസ്റ്റ് വണ്ണും 4th വണ്ണും ആയിരിക്കും ഞാൻ ആദ്യം തരുന്നത്. കാരണം ഇതിൽ രണ്ടിലും എഴുതാനൊന്നും കാര്യമായിട്ടില്ല, കംപ്ലീറ്റ് പിക്ചേഴ്സ് ഒട്ടിക്കലാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കില്ലേ, വൈൽഡ് അനിമൽസ്, ഡൊമസ്റ്റിക് അനിമൽസ്, ബേർഡ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ട്രീസ്, ക്ലാസ് റൂം എക്യുപ്മെന്റ്സ്, വീട്ടിലുള്ള എക്യുപ്മെന്റ്സ്, പിന്നെ എന്താ പറയാ പല ജോലികൾ, പേഴ്സൺസ്, വർക്കിംഗ് പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ട് നേഴ്സ്, ഡോക്ടർ, ടീച്ചർ, കോബ്ലർ എന്നൊക്കെ പറഞ്ഞ പിക്ചേഴ്സ് ഒക്കെ പഠിപ്പിക്കില്ലേ, അതാണ് നമ്മുടെ ഫസ്റ്റ് റെക്കോർഡ് ബുക്കിൽ വരുന്നത്, മൈ കളക്ഷൻ ബുക്ക്. ഈ പിക്ചർ എല്ലാം കളക്ട് ചെയ്ത് ഒട്ടിക്കുക, ഇതേ ഉള്ളൂ പരിപാടി. അങ്ങാണ്ട് ഒരു ചാർട്ട് വാങ്ങാൻ കിട്ടും, 5 രൂപ എങ്ങാണ്ട് കിട്ടുമ്പോൾ അതിൽ കുറേ പിക്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കുറേ തീംസ് തരും, അതിനനുസരിച്ച് നിങ്ങൾ പിക്ചേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് ഒട്ടിക്കുക. ഇനി നിങ്ങൾക്ക് തോന്നുവാണ് കുറെ കൂടെ ഇതിനകത്ത് കളക്ട് ചെയ്യാലോ എന്ന് തോന്നുവാണെങ്കിൽ അതൊക്കെ ചെയ്യും. ഇനി 4ാമത്തെ റെക്കോർഡ്, അതിനും എഴുതാനൊന്നുമില്ല. നമ്മള് ചെറുപ്പത്തില് ബാലരമ, പൂമ്പാറ്റ, ബാലമംഗളം, മിന്നാമിന്നി, കളിക്കുടുക്ക, എന്റെ കുട്ടികളൊക്കെ ആയ സമയത്താണ് കളിക്കുടുക്കയുടെ ആ ഒരു ഇത് വരുന്നത്. കളിക്കുടുക്ക, അതിന്റെ തന്നെ ഇംഗ്ലീഷാന്ന് തോന്നുന്നു മാജിക് പോട്ട്, അങ്ങനത്തെ അല്ലേ, അത് നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കുക. പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്, അതാണ്. അതിന്റെ രണ്ടിന്റെയും ബ്രാക്കറ്റിൽ ബോത്ത് സൈഡ്സ് പ്ലെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്, 2 സൈഡും വരയിടാത്തത്. വേറെ ഒന്നും കൊണ്ടല്ല, പിക്ചേഴ്സ് ആയതുകൊണ്ടാണ്. ലൈൻസ് ഉള്ളതിന്റെ മുകളിൽ പിക്ചർ വരയ്ക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. ചിലർ വരയ്ക്കും, ചിലർ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യും. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താലും ലൈൻ വരുമ്പോൾ അതങ്ങ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതുകൊണ്ടാണ് അത് വരയിടാത്ത റെക്കോർഡ് ബുക്ക് പ്രിഫറബിളി പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് കോപ്പി, ഒരു PDF എന്തോ ഉള്ളത് 5ാമത്തെ റെക്കോർഡാണ്, അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക്. ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത്. അത് നിങ്ങളുടെ 3rd മോഡ്യൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആണത്. അതിൽ ആ മെറ്റീരിയൽസിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. നമ്മള് മെയിൻ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസും നല്ല സിമ്പിൾ ലാംഗ്വേജിൽ കറക്റ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത ഒരു PDF ആണ് നിങ്ങൾക്ക് ഇപ്പൊ ഷെയർ ചെയ്തിരിക്കുന്നത്, അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വാങ്ങിച്ച ലാസ്റ്റ് റെക്കോർഡ് ബുക്കിലേക്ക് അത് കോപ്പി ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിപ്പോ വേണ്ട, നമ്മള് മോഡ്യൂൾ 3, അതായത് പ്രാക്ടിക്കല് തുടങ്ങുന്നത് നമ്മുടെ മോഡ്യൂൾ 1 പാർട്ട് 3 സിലബസ് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളിപ്പോ പാർട്ട് 1 ആണ് എടുക്കുന്നത് അല്ലെ. പാർട്ട് 1 കഴിഞ്ഞ് പാർട്ട് 2 കഴിഞ്ഞ് പാർട്ട് 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം ഒരു 6 മന്ത് കോഴ്സ് തുടങ്ങി, ഒരു 6 മന്ത് കഴിയുമ്പോഴാണ് അതാണ് കോർ ടോപ്പിക്, മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഒക്കെ വരുന്നത്.
ആ തിയറി എടുക്കുന്ന സമയത്താണ് പാരലൽ ആയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രാക്ടിക്കലിന്റെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സും ഉണ്ടാകും. നിങ്ങൾക്ക് നേരിട്ട് വരുവാണെങ്കിൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നോക്കാനും പറ്റും. അതിന് ആ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക്. ഞാൻ അത് ചെയ്യിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ റെക്കോർഡ് ബുക്ക് ഒരു കുട്ടിക്ക് കൊടുത്ത് അത് കോപ്പി ചെയ്ത് നല്ലതായിട്ട് കോപ്പി ചെയ്ത് എന്തെങ്കിലും കുറെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ചെയ്ത് കൊടുത്ത് കോപ്പി ചെയ്തത് എല്ലാ ബാച്ചിലേക്കും അതിന്റെ സ്കാൻഡ് കോപ്പി ആയിരുന്നു കൊടുത്തത്. പലർക്കും ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാകുന്നില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ കുറെ കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഇരുന്ന് ചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് അത് പ്രിന്റഡ് ഫോമിലേക്ക് ആക്കി ഷെയർ ചെയ്തേക്കും. അത് പതുക്കെ ചെയ്താൽ മതി, അത് കോപ്പി ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പൊ അതൊക്കെ ചെയ്താന്ന് വെച്ചാൽ ലേറ്റ് ആക്കണ്ട. നമ്മൾ പാർട്ട് 3 ആകുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലും അതിന്റെ ഒപ്പം പാരലായിട്ട് സ്റ്റാർട്ട് ചെയ്യും. തിയറി പഠിക്കുവാണല്ലോ, മോണ്ടിസോറി തിയറി പഠിക്കുക, അപ്പൊ അതിന്റെ പ്രാക്ടിക്കൽ നമ്മൾ ഒപ്പം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പാർട്ട് 3 പഠിക്കാൻ. ഓക്കെ, അതാണ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ്. 2ഉം 3ഉം ആണ് ഒരുമിച്ച് ലാസ്റ്റ് തരുന്നത്. 1ഉം 4ഉം ഒരുമിച്ച് തരും, കാരണം അതിലെ പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. 2ഉം 3ഉം ഒരുമിച്ച് തരും. 2വില് നിങ്ങൾ റൈംസ് എഴുതണം, 3യില് സ്റ്റോറി എഴുതണം. അത് രണ്ടുമാണ് എഴുതാനുള്ളത്. അതുകൊണ്ടാണ് ഒരു സൈഡ് പ്ലെയിനും ആ എഴുതുന്നത് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്ചർ ഒട്ടിക്കണം. ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിക്ചർ ഇതാണ് മെയിൻ. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ എഴുതുമ്പോൾ അതിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പിക്ചേഴ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ടെക്നോളജി ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പല പല മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. ChatGPT ഉണ്ട്, എയുടെ കുറെ ടൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് എന്തും ഉപയോഗിക്കാം. പക്ഷെ നമ്മളുടെ ഒരു പേഴ്സണൽ ടച്ചും കൂടെ വരുവാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ ഈ പറഞ്ഞ ടൂൾസ് ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് രണ്ട് PPT പ്രസന്റേഷനിൽ ഒരു PPT പ്രസന്റേഷൻ ആദ്യം നടന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ആ ഒരു PPT ചെയ്യാനായിട്ട് നോക്കി. എനിക്ക് കിട്ടിയതിനൊരു ലൈഫ് ഇല്ലാത്ത പോലെ തോന്നി. അപ്പൊ നമ്മള് നല്ല ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചാലാണ് ഈ AI തിരിച്ച് നമ്മളെ നല്ല ആൻസർ തരുള്ളൂ എന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത്. പക്ഷെ എന്നാലും കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമ്മൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പണിയും കൂടെ ചെയ്ത് ഭംഗിയാക്കുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. കഥയൊക്കെ തന്നെ എഴുതാൻ നോക്കൂ. നിങ്ങൾക്ക് അതിന്റെ പിക്ചേഴ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിക്കാം. ഫുൾ കഥയുടെ തീം അങ്ങ് കൊടുത്തിട്ട് കഥ ഇങ്ങ് തരുമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതൊക്കെ നമ്മള് അതൊക്കെ തന്നെ എഴുതും. ഇതാണ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ്. ഞാൻ റെക്കോർഡ് പിന്നെ തരാമെന്ന് ഉദ്ദേശിച്ച എല്ലാവരുടെ കയ്യിലും റെക്കോർഡ് ഒന്ന് കിട്ടിയതിന് ശേഷം തരാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് എഴുതാൻ തുടങ്ങാൻ പറ്റാത്തവരുള്ളൂ. എല്ലാവർക്കും ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ എന്നോടൊന്ന് പറയും. ഈ ഡീറ്റെയിൽസ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും കേട്ടോ. ഞാനിപ്പോ സ്റ്റോപ്പ് ചെയ്തോട്ടെ, ഓക്കെ അല്ലേ? ഒരു മിനിറ്റ് തരണേ. ഓക്കെ, റെക്കോർഡിന്റെ തുടങ്ങുമ്പോഴേക്കും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എന്റെ കയ്യിൽ എന്റെ 5 റെക്കോർഡ്സ് ഉണ്ട്. ഞാൻ 2017 ഞാൻ ഈ കോഴ്സ് ചെയ്തത്. ഒരു റെക്കോർഡ് ഇപ്പൊ കഴിഞ്ഞ ബാച്ചിലിപ്പോ ഒരെണ്ണത്തിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് അതിന്റെ അടുത്തിരിക്കട്ടെ. അന്ന് കവർ ചെയ്തതാ, കവർ പോലും മാറിയിട്ടില്ല കേട്ടോ. ഇത് കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് ആയിരുന്നു. അതിനകത്ത് പിക്ചേഴ്സ് ആണ് കൂടുതൽ വരുന്നത്. നിങ്ങൾക്ക് 2 സൈഡും യൂസ് ചെയ്യാം. പിക്ചർ മാത്രമുള്ള റെക്കോർഡിന് 2 സൈഡും യൂസ് ചെയ്യാം. അന്ന് എനിക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷൻ മനസ്സിലൂടെ പോയില്ല. എന്റെ ഒരു സൈഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുക. കൂടുതൽ കാര്യങ്ങൾ എന്റെ റെക്കോർഡിൽ ഒരു 120 പേജസ് ഉള്ള റെക്കോർഡ് ആയിരിക്കണം. ഞാൻ വാങ്ങിച്ചത് ഈ +2 കുട്ടികളൊക്കെ സയൻസിന് വേണ്ടിയിട്ട് റെക്കോർഡ് വാങ്ങില്ലേ, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിക്കൊക്കെ. അങ്ങനത്തെ റെക്കോർഡാണ് എന്റെ കയ്യിലുള്ളത്. നമുക്കിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതാണ് വാങ്ങാൻ കംഫർട്ടബിൾ എങ്കിൽ അത് വാങ്ങാം. അതല്ല ഇങ്ങനെ വാങ്ങാനാണ് കുറച്ചുകൂടെ കൺവീനിയന്റ് തോന്നുവാണെങ്കിൽ അങ്ങനെ വാങ്ങാം. ഇറ്റ്സ് അപ് ടു യു. നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. അതിനകത്ത് എന്തൊക്കെ എഴുതണം എന്നുള്ളത് ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുക. കാരണം ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. നമ്മൾക്ക് നല്ല ആഗ്രഹിച്ച് ഭംഗിയാക്കണം എന്ന് വിചാരിച്ചൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തീർത്താൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു
വിഷമം തോന്നും. ഓക്കെ ദെൻ നമ്മളിപ്പോ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നല്ലേ, എവിടെ വരെ എത്തി? ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് പറയാനുള്ളത്. ഒരു അതിനെ കുറിച്ചൊരു ഡെഫിനിഷൻ പറഞ്ഞു തന്നിരുന്നു. അതെ, ടെക്സ്റ്റിലുള്ളതല്ല, അല്ലാത്ത. അത് നോട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചാറ്റ് ബോക്സിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നോട്ട് എഴുതിയിട്ടുണ്ട്. പറയാമോ ഹസീന? അത് ഞാൻ എപ്പോഴേക്കും ഷെയർ ചെയ്യാം. It helps people to understand how to maintain healthy lifestyle, how to prevent illness and injuries, how to manage chronic conditions. അതിനെ കുറിച്ച് മിസ് പറഞ്ഞു തന്നു. റെക്കോർഡ് ഒന്നും കൂടി കാണിക്കുക. കോള് വന്നോണ്ട് കട്ടായി പോയായിരുന്നു വീഡിയോ. എന്റെ റെക്കോർഡാണോ അതോ റെക്കോർഡ് ഡീറ്റെയിൽസ് ആണോ? അല്ല, മാമിന്റെ റെക്കോർഡ്. ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് നിർത്തട്ടെ. ഇതാണ് നമ്മൾ സാധാരണ സയൻസ് സ്റ്റുഡൻസ് ഒക്കെ വാങ്ങില്ലേ, കെമിസ്ട്രി, ഫിസിക്സ്, അതിന്റെയൊക്കെ ഒരു ആ റെക്കോർഡാണ്. ഞാൻ 4th റെക്കോർഡ് എഴുതിയതായിരുന്നേ. കലണ്ടർ ഉണ്ടാക്കാനുണ്ടായിരുന്നത്. കലണ്ടറാണ് നമ്മൾ കാണുന്നത്. പിന്നെ 2 പിക്ചേഴ്സ് തമ്മിലുള്ള ഡിഫറൻസസ്, അങ്ങനെ രീതിയിൽ അതിലെ ആക്ടിവിറ്റീസിനനുസരിച്ച് നമ്മളത് എൻട്രി ചെയ്ത് പോയിരിക്കുന്നതാണ്. 2 സൈഡും പ്ലെയിൻ. ഓക്കെ, ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ റെക്കോർഡിനെ കുറിച്ച്? റെക്കോർഡ് ഡീറ്റെയിൽസ് ഞാൻ അന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കോർഡ് കിട്ടിയതിന് ശേഷം നമുക്ക് ക്ലാസ്സിൽ ഓരോ റെക്കോർഡിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ പറഞ്ഞു ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്. അത് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എയ്ഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇൻഡിവിജ്വൽസിന് നോളജും സ്കിൽസും പ്രൊവൈഡ് ചെയ്യും. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ അറിവ്, അതായത് ഇപ്പൊ ഒരാൾക്കൊരു വലിയൊരു വൂണ്ട് ഉണ്ടായി, ആ സമയത്ത് എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, അങ്ങനെ ഒരു നോളജ്, അല്ലെങ്കിൽ ഒരു പൊള്ളലുണ്ടായി, ആ ഒരു സ്കില്ല്. ഞാൻ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്റെ ട്രെയിനർ എന്ന് പറയുന്നത് അനീഷ് മോഹൻ എന്ന് പറഞ്ഞ സാറാണ്. സാറിന്റെ ഒരു ചെറിയ പ്രായത്തില് സാർ പറയുന്ന സാറിന്റെ ഒരു അശ്രദ്ധ മൂലം സാറിന്റെ കാലിലെന്തോ ഒരു ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കെട്ടിയതെങ്ങാണ്ട് ടൈറ്റ് എങ്ങാണ്ട് ആവാതെ അതെങ്ങാണ്ട് അതിന്റെ ആ ഒരു ബാൻഡേജിന്റെ തുമ്പെങ്ങാണ്ട് നീണ്ടു കിടക്കണ്ടായിരുന്നു. അത് സാറ് റെയിൽവേ പാളം ഉണ്ടല്ലോ, അതിങ്ങനെ ക്രോസ് ചെയ്തപ്പോ അതിൽ ഉടക്കിയപ്പോ സാർ അങ്ങനെ മലർന്നടിച്ച് വീണു. അങ്ങനെ സാറിന്റെ ശരീരം 3ആയി മുറിഞ്ഞു എന്നാ പറയുന്നത്. അതായത് ഇടത്തെ കാല് മുറിഞ്ഞു പോയി, പിന്നെ റൈറ്റ് ഹാൻഡിന്റെ ഈ റിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് മുറിഞ്ഞ് അതങ്ങനെ ഡാമേജ് ആയി, ലെഫ്റ്റ് ഹാൻഡ് റിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് മുറിഞ്ഞു. അങ്ങനെ 3 പാർട്ടായി മാറി എന്ന് പറഞ്ഞു. അപ്പം ലെഫ്റ്റ് ഹാൻഡിന്റെ ഈ കൈപ്പത്തി എന്നുള്ള ഭാഗത്തിന് ഡാമേജ് ഒന്നും പറ്റാത്തതുകൊണ്ട് അത് തുന്നി ചേർത്തു. റൈറ്റ് ഹാൻഡിന്റെ പാം ഡാമേജ് ആയതുകൊണ്ട് സാറ് ആംപ്യൂട്ടഡ്, കൃത്രിമമായിട്ടുള്ള പാമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് ലെഗ് പോയി, അത് സാറ് കൃത്രിമ കാല വെച്ചു. സാറിന് അതിനുശേഷമാണ് സാറ് എന്താ പറയാ, സാറിന്റെ ജീവിതം തന്നെ മാറിയത് എന്ന് പറഞ്ഞു. സാറിന് എങ്ങനെയെങ്കിലും മരിച്ചാ മതി എന്നായിരുന്നു. സാർ അങ്ങനെ അമ്മോട് പറഞ്ഞു, എനിക്ക് മേഴ്സി കില്ലിങ്, ദയാവധം വേണം, എനിക്ക് ജീവിക്കേണ്ട, എന്നെ ഡോക്ടേഴ്സിനോട് പറഞ്ഞ് എന്നെ കൊന്നു കളയാനായിട്ട് പറഞ്ഞു. സാർ എന്റെ അമ്മ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലത്തോളം എനിക്ക് നിന്നെ കാണണം, അത് കഴിഞ്ഞ് നീ എന്ത് വേണം ചെയ്തു എന്ന് അമ്മ പറഞ്ഞു.
അപ്പൊ പിന്നെ സാറ് ജീവിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു. പിന്നെ ഈ ആംബ്യൂട്ടഡ് ആയിട്ടുള്ള കൈപ്പത്തി കാലുമൊക്കെ വെച്ച് സാറ് സ്ട്രഗിൾ ചെയ്തു. ചില സമയത്ത് ഇത് കാരണം നമ്മുടെ ബോഡിയിലേക്ക് നമ്മളൊരു എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് വെക്കുവാണല്ലോ, ഇല്ലാത്ത ഭാഗത്തിന് പകരം ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂഷൻ. അത് ഇടയ്ക്ക് മുറിവുണ്ടാക്കി നല്ല ബുദ്ധിമുട്ടിന്ന് വന്നു. അങ്ങനെ അതിനുശേഷമാണ് സാറിന് ഇപ്പൊ ഈ ജോലി വേണം. പിന്നെ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് പഞ്ചായത്തിൽ സാറിന് ക്ലർക്കായിട്ട് ജോലി കിട്ടി. പക്ഷെ സാറിന് അവിടെ എന്ത് ശ്വാസം മുട്ടുമായിരുന്നു. സാർ ആ ജോലി റിസൈൻ ചെയ്തിട്ട് സാറ് ട്രെയിനിങ് സെഷനിലേക്ക് കടന്നു. അതായത് കരിയർ. ഈ കുട്ടികളുടെ ഒരു കൺഫ്യൂഷൻ ആണല്ലോ, 10th +2 ഒക്കെ ആകുമ്പോഴേക്കും എന്ത് പഠിക്കണം. കാരണം അവരുടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണല്ലോ ജോലി. ആ ജോലിക്ക് വേണ്ടുന്ന കോഴ്സ് തന്നെ അവർ തിരഞ്ഞെടുക്കണ്ടേ. അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ വേണ്ടി സാർ ഇപ്പൊ ഹഗ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു CEO ആയിട്ട് വർക്ക് ചെയ്യുന്നു. കുറെ ചാരിറ്റിയും അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പോവുകയാണ്. അതിനുശേഷമാണ് സാറിന് കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം മാമിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും മാമൊന്നായിരുന്നില്ല. ആള് +2 ഒരു സ്കൂളിലെ ടീച്ചറായിരുന്നു. ആദ്യമേ പറഞ്ഞു ഇങ്ങനെ കൈയും കാലും ഒക്കെ പ്രശ്നങ്ങളായ ഒരാളാണ്. അപ്പൊ എന്റെ കൂടെ ചിലപ്പോൾ ഓടി എത്താനൊന്നും പറ്റിയെന്ന് വരില്ല, ഞാൻ വളരെ സ്ലോ ആയിരിക്കും, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി എന്ന്. അങ്ങനെ മാമിന് ഇഷ്ടമായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചു. അങ്ങനെ സാറ് പറയാണ് വീട്ടിൽ ഒരു പ്രാവശ്യം ഈ കാലും കൈയൊക്കെ പോയതിനു ശേഷം സാറ് ഡ്രൈവിംഗ് പഠിച്ചു. സാറിന് ലൈസൻസ് കിട്ടുന്നപ്പോഴാണ്. സാറ് ഒരു ദീപാവലിയോ അങ്ങനെ എന്തോ ഒരു സമയം വീട്ടിലിങ്ങനെ വിളക്ക് വെക്കുമല്ലോ, എല്ലാരും ചെരാത് വെക്കുമല്ലോ. വൈഫ് പുറത്ത്, സാറിന് ഒരു മോനും ഉണ്ട്, ഒരു ചെരാത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ് എന്തോ കാര്യത്തിന് കുളിക്കാൻ പോവോ അതോ കുളി കഴിഞ്ഞ് ഇറങ്ങുമെന്നായിരുന്നു. അപ്പൊ വൈഫ് ഭയങ്കരമായിട്ട് കരയുന്ന ഒച്ച വെക്കുന്നു. നോക്കിയപ്പോ ഈ ചെരാതിൽ നിന്നും തീ ഡ്രസ്സിലേക്ക് പടർന്നു. ചുരിദാർ എന്തോ ആയിരുന്നു, ഡ്രസ്സിലേക്ക് പടർന്നു. അപ്പൊ ഇത് തീ ആളി പടർന്നപ്പോഴേക്കും മെഡം അങ്ങ് ഓടിയപ്പോ എന്ത് പറ്റി, തീ ഒന്നുകൂടെ അങ്ങ് ആളി പടരാൻ തുടങ്ങി. സാറിന്റെ ആ ഒരു കൈ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണല്ലോ കൈപ്പത്തി, പച്ചക്കൈ ആംബ്യൂട്ടഡ് ഉണ്ടോ. സാർ ഈ 2 കൈ കൊണ്ട് സാറിന് അപ്പൊ തോന്നിയത് മണ്ണ് വാരി എറിഞ്ഞ് തീ അണഞ്ഞു. പക്ഷെ എന്നാലും പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ വണ്ടി എടുത്ത് സാറ് വൈഫിനെയും കൊണ്ട് പോയി. ആ ഒരു ഇൻസ്റ്റന്റില് ആക്ഷൻ എടുത്തു. ആലോചിച്ചപ്പോ നമ്മൾക്കും ഉണ്ടാവാം എന്തെങ്കിലുമൊക്കെ കുറവുകൾ അല്ലെ, എന്തെങ്കിലുമൊക്കെ ഷോർട്ട് കമ്മിങ്സ്, കുറവുകൾ നമുക്കും ഉണ്ടായിരിക്കാം. അപ്പൊ സാറിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എനിക്ക് അത്രയും കുറവുകള് സാറിന്, ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുക. അപ്പൊ സാറിന്റെ ഈ ഒരു കഥ ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര എന്താ കരച്ചിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളങ്ങ് ഇൻസ്പയർ ആവുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് കൂടുതൽ തന്നെയാണ്. അപ്പൊ ആ ഒരു ടൈമില് സാറ് പാനിക് ആവാതെ വേഗം ഒരു ഷർട്ട് എടുത്തങ്ങ് ഇട്ടു. എന്നിട്ട് അങ്ങനെ വൈഫിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഡ്രൈവ് ചെയ്ത്, സാർ തന്നെ ഡ്രൈവ് ചെയ്ത് പോയി എന്ന് പറയാം. ഇത്രയും ഒരു ഷോർട്ട് കമ്മിങ്സ് ഉള്ള ഒരു വ്യക്തിയാണ്, കയ്യും കാലും പ്രോപ്പർ ആയിട്ടില്ലാത്ത ഒരാളാണ്. അങ്ങനെ ആയതിനു ശേഷം ഡ്രൈവിംഗ് പഠിച്ച് നല്ല എക്സ്പേർട്ട് ആവുകയും അങ്ങനത്തെ ഒരു പാനിക് സിറ്റുവേഷന്റെ വൈഫിനെയും കൊണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. നമ്മൾക്ക് ആ ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു പ്രോംപ്റ്റ് ആയിട്ട്, ആ ഒരു അലേർട്ടായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റണം. അതിനുള്ളൊരു നോളജാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ തരുന്നത്. ഞാൻ സാറിന്റെ ഈ ഒരു കാര്യം പറയുന്നത് നമ്മൾക്ക് പലപ്പോഴും പല സിറ്റുവേഷനിലും എന്നെ കൊണ്ട് എന്ത് പറ്റും അങ്ങനെ തോന്നല് വരാം അല്ലേ, പലപ്പോഴും പറ്റുമെന്ന് തന്നെ നമ്മൾ തോന്നണം, എന്നിട്ട് നമ്മളങ്ങ് ചെയ്യണം. അതാണ് ഓക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഈ ഹാബിറ്റും ബിഹേവിയറും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടൊന്നാണോ അതോ രണ്ടാണോ? രണ്ടാ. എന്താ ഹാബിറ്റ്, എന്താ ബിഹേവിയർ? ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശീലം, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെരുമാറ്റം, ഒരാളോടുള്ള പെരുമാറ്റം, നമ്മുടെ ശീലങ്ങള്, ജീവിതശൈലി, അതുപോലെ ശീലങ്ങൾ ഹാബിറ്റിൽ ഉൾപ്പെടും. ഇത് രണ്ടും നമുക്ക് വേണമെന്ന് വെച്ചാൽ മാറ്റാനായിട്ട് പറ്റും അല്ലെ? സ്മോക്കിംഗ് ഈസ് എ ഹാബിറ്റ്. കുറെ പേര് സ്ട്രഗിൾ ചെയ്തത് മാറ്റിട്ടുണ്ട് അല്ലെ? അതുപോലെ അങ്ങനെ പലതും, നെയിൽ ബൈറ്റിംഗ്, നഖം കടിക്കുക. ഓക്കെ. പിന്നെ ബിഹേവിയർ, നമ്മൾ എല്ലാ സിറ്റുവേഷനിലും ഒരേപോലെയാണോ ബിഹേവ് ചെയ്യുന്നത്? അല്ല. ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പോഴുള്ള നിങ്ങളുടെ ബിഹേവിയർ ആണ് ഇപ്പോ നമ്മൾ കുറച്ചുകൂടെ കണക്റ്റഡ് ആയില്ലേ, ഇമോഷണലി കണക്റ്റഡ് ആയി.
നമ്മൾ നമുക്ക് മറയൊന്നുമില്ല, ഓപ്പൺ അപ്പ് ആയി. വീഡിയോയിൽ വന്നില്ലെങ്കിൽ പോലും എനിക്ക് ആ ഫീൽ അറിയാൻ പറ്റും. ഫസ്റ്റ് ഡേ ഇറ്റ്സ് ലൈക്ക് ഞാൻ വേറൊരു ദ്വീപില്, നിങ്ങൾ ഓരോരുത്തരും വേറൊരു ദ്വീപില്, അങ്ങനെയായിരുന്നു. നമ്മളൊക്കെ അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെയായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു ഫീൽ ആയി. സോ ബിഹേവിയർ നമ്മൾ ഓരോ സിറ്റുവേഷനും, കല്യാണ വീട്ടിൽ പോകുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു മരണ വീട്ടിൽ പോകും, ഓഫീസിലെ പോലെ ആയിരിക്കില്ല നമ്മൾ വീട്ടില്, നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്തുള്ള നമ്മളുടെ ആ ഒരു ബിഹേവിയർ വേറെ ആയിരിക്കും. സോ അത് നമ്മളുടെ സെൻസ് ആണ് അല്ലെ, സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറുക എന്നുള്ളത് നമ്മളുടെ ഒരു സെൻസ് ആണ്. ബിഹേവിയർ, ഹാബിറ്റ്സ്, അത് നമുക്ക് ചെറുപ്പം തുടങ്ങിയേ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ശീലങ്ങൾ നമ്മൾ ശീലിച്ചത് മാറ്റാൻ പാടാണ്, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ എന്നാലും സ്ട്രഗിൾ ചെയ്ത് മാറ്റാറുമുണ്ട്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ചൊട്ടയിലെ ശീലം, അതായത് ചെറുപ്പം തുടങ്ങിയുള്ള ശീലം നല്ല ശീലമാണെങ്കിൽ അത് ലാസ്റ്റ് വരെ നിൽക്കുന്നത് നല്ലതായിരിക്കില്ലേ. ഹെൽത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. കുട്ടികൾക്ക് നല്ല ഹെൽത്തി ഹാബിറ്റ്സ് ചെറുപ്പം മുതലേ തന്നെ നമ്മൾ ശീലിപ്പിക്കുക. അവരെത്ര വലുതായാലും അവരുടെ ഉള്ളിൽ അത് തന്നെ കാണും. അത് കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നുമാണ് അവർക്കത് കിട്ടേണ്ടത്. അവര് റോൾ മോഡൽ ആക്കും. അമ്മ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉമ്മ എന്താ ചെയ്യുന്നത്, അച്ഛൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ അവരൊന്ന് ചെയ്യണം നോക്കിയാൽ അതുപോലെ തന്നെ അവർ ചെയ്യാൻ നോക്കും. നമ്മള് കൈയും വായും കഴുകുന്ന പോലെ അതേപോലെ അവർ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അവരെ പറഞ്ഞു ചെയ്യിക്കുന്നതിനേക്കാളും നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അവരെപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അവർ കാണുന്നത് ഇങ്ങനെയും വലിച്ചെടുക്കും. അത് തന്നെ അവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അത് ചെറുപ്പം തുടങ്ങിയേ നമുക്ക് കുട്ടികളിൽ ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഹെൽത്തി ഹാബിറ്റ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അതേപോലെ തന്നെ നമുക്ക് കാര്യമായിട്ട് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, എന്നാലും ആർക്കെങ്കിലും അതിലൊരു വിഷമമുണ്ടോ, ഒന്ന് ക്ലാസ് ഒന്നും എടുത്തില്ല, പക്ഷെ ദിസ് ഇസ് ദ വേ ഓഫ് ക്ലാസ്. ഇങ്ങനെയാണ് ക്ലാസ്സിന്റെ ഒരു അന്തരീക്ഷം വരണ്ടേ കേട്ടോ. അല്ലാതെ ചുമ്മാ PDF വായിച്ച് സബ്ജക്ട് സ്റ്റഡിങ് മാത്രമായി പോകരുത്. ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നമ്മൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ഒരു സെഷൻ എന്തായാലും നമുക്ക് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻ നമ്മളിപ്പോ ഒരെണ്ണം പഠിച്ചു, നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാന്ന് എല്ലാവരും പറഞ്ഞു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഹെൽത്ത് റിലേറ്റഡ് ആക്ടിവിറ്റീസും നമ്മളിപ്പോ 2-3 പറഞ്ഞു കഴിഞ്ഞു. പ്രൈസസ് കളക്ട് ചെയ്തു, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ കാര്യം പറഞ്ഞു. പിന്നെ 10 പേരെ നമ്മൾ മീറ്റ് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. റെക്കോർഡ് എല്ലാവർക്കും ആയി കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറയാം. ഈ വെക്കേഷനിൽ തന്നെ 2 റെക്കോർഡ് ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് കഴിയുന്ന 2 റെക്കോർഡാണ്. കുട്ടികളും ഹാപ്പി ആവും. പിന്നെ നമ്മൾ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ലോ കോസ്റ്റിൽ ചെയ്യാനായിട്ട് നോക്കുക. ഭയങ്കരമായിട്ട് എക്സ്പെൻഡ് ചെയ്തിട്ട് ഒന്നും ചെയ്യണ്ട, അങ്ങനത്തെ ഒന്നും നമുക്കില്ല. അങ്ങനെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. നെക്സ്റ്റ് വീക്ക് കാണാം. നെക്സ്റ്റ് ബുധനാഴ്ചയായിരിക്കും നമ്മൾ കാണാം. മാം സൈനിൻ പറഞ്ഞോട്ടെ, സമയമുണ്ട്. Thank you, dear Jisha Miss, and for your thoughtful presence today. Thank you everyone for your attractive participation in today's section. Your insights and sharing truly enrich our learning experience. Jisha Miss today described about the importance and uses of assignments and records, and first assigning Shilu shared the healthy story, and the meditation presence by Sneha really enjoyed our class, and Sia shared a craft work. Jisha Miss also described about a story of how to recover from from an accident. Let us continue to grow together as effective Montessori facilitators. Wishing you all peaceful and productive day ahead. Thank you everyone. Thank you, Jisha ma'am. Okay, bye. Thank you so much. Thank you, Miss. Bye. Thank you, Miss. Bye. Thank you, Miss. Thank you, Miss. Thank you, Miss.
ഇല്ല